കുക്കി വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ്. പിന്നെ ഇന്ന് തിങ്കളാഴ്ചത്തെ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. തിങ്കളാഴ്ചത്തെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ചത്തെ വ്ലോഗിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു നിക്കാഹിൻ്റെ കാര്യം. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞു. പിന്നെ തിങ്കളാഴ്ച വൈകിട്ട് ഞങ്ങൾക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ. 5:30-ക്കായിരുന്നു പാർട്ടി. അപ്പോൾ പാർട്ടിക്ക് പോയ വിശേഷങ്ങളും കുഞ്ഞടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങളും പിന്നെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോടും ചോദിക്കാനുണ്ട് കേട്ടോ. വിഷുവൊക്കെ അടിച്ച് പൊളിച്ചോ? പടക്കം പൊട്ടിച്ചിട്ടും മത്താപ്പൂ വിരിച്ചിട്ടും സദ്യ ഒരുക്കിയിട്ടും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും എല്ലാ കൂട്ടുകാരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ വിഷു വിശേഷങ്ങൾ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. രാവിലെ തന്നെ ദോശയും തക്കാളി ചമ്മന്തിയാട്ടോ റെഡിയാക്കിയെടുക്കാം എന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിന് എന്തുണ്ടാക്കും എന്നൊരു ചിന്ത വന്നു കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിന് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറി വയ്ക്കാം എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പരിപ്പ് കറി സെറ്റാക്കണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സപ്പോർട്ട് വളരെയധികം കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് പുതിയ പുതിയ വീഡിയോസുമായി പുതിയ പുതിയ വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുന്നിൽ വരാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ഇട്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലത്തെ വിശേഷങ്ങളായ ദോശയും തക്കാളി ചമ്മന്തിയാണ് സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചക്കത്തെ ലഞ്ചിന് പിന്നെ എന്തുണ്ടാക്കും എന്നൊരു ചിന്ത കടന്നുകൂടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമുക്ക് സ്പെഷ്യൽ വിഭവങ്ങൾ വൈകിട്ടുണ്ടാവുമല്ലോ, നമ്മൾ പാർട്ടിക്ക് പോവല്ലേ. അപ്പോൾ പിന്നെ തക്കാളി ചമ്മന്തിയും ദോശയും രാവിലെ തന്നെ സെറ്റാക്കണം. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിന് പരിപ്പ് കറി ഉണ്ടാക്കണം. പിന്നെ കല്യാണത്തിന് പോകുന്ന ഒരുക്കങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അങ്ങനെ തക്കാളി ചമ്മന്തി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഇട്ടുങ്ങായിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഇത് ചൂടാറിയ ശേഷം പിന്നെ നമുക്ക് മിക്സിയിലടിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്നും മുമ്പാത്ത് പോയിരുന്ന് ചായ കുടിക്കണ പതിവില്ല കേട്ടോ. ഇന്നൊരു പൂതി, മുമ്പാത്ത് പോയിരുന്ന് ചായ കുടിക്കണമെന്ന്. അപ്പോൾ കിളികൾ ഒച്ചയും അതേപോലെ തന്നെ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ അങ്ങനെ ചായ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ചങ്ങനെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വാതിൽ തുറന്ന് നോക്കുമ്പോഴുണ്ട് പാത്തൂസുദാ എനിട്ടിട്ടുണ്ട് കേട്ടോ. എന്താ ഉമ്മച്ചിയെ പുറത്ത് പോയിട്ട് ചായ കുടിക്കണേ ചോദിച്ചിട്ടോ. പുറത്ത് പോയിരുന്നാൽ നല്ല രസാടിയേ, അവിടെ പോയിരുന്ന് നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൾ വേഗം തന്നെ ബ്രഷ് ചെയ്ത് വന്ന് ഞാനും പാത്തൂസും കൂടി മുമ്പാത്ത് കുത്തിയിരുന്ന് അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവളെ കളിപ്പിച്ചും കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. അതിന് ശേഷം അടുക്കളയിൽ വന്ന് ദോശ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഉമ്മ ഇട്ടിട്ടുണ്ട്, മോൻ ഇട്ടിട്ടില്ല കേട്ടോ. മോൻ നല്ല ഉറക്കാം കേട്ടോ. അങ്ങനെ ദോശ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദോശയൊക്കെ സെറ്റാക്കുന്നിടയിൽ ഉമ്മ പറഞ്ഞു ഞാൻ വേഗം തന്നെ തീ പൂട്ടി അരിയൊക്കെ അടുപ്പത്തിട്ട് തരി പരിപ്പ് കറിയൊക്കെ സെറ്റാക്കാം. പിന്നെ വേറെ കറിയൊന്നും വെക്കണ്ടല്ലോ, ഇന്ന് നമുക്ക് പാർട്ടി ഉള്ളതല്ലേ എന്ന് ഉമ്മയും പറഞ്ഞു കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അതിന് ശേഷം മോൻ എണീറ്റു കേട്ടോ. മോൻ എണീറ്റപ്പോൾ ഞാൻ പറഞ്ഞു വേഗം തന്നെ പല്ല് വെച്ച് വേഗം തന്നെ ഫുഡൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ വേഗം തന്നെ എല്ലാ പണികളും ഒതുക്കുന്നതിൻ്റെ ഒരു തിരക്കാണ് കേട്ടോ. എവിടേക്കെങ്കിലും പോകണമെന്ന ദിവസം പിന്നെ വേഗം എല്ലാ പണികളും എനിക്ക് കഴിയണം കേട്ടോ. അതാണ് എൻ്റെ ശീലം കേട്ടോ. അപ്പോൾ വേഗം തന്നെ എല്ലാ ദോശയും ചുട്ടങ്ങോട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം മോന് മീനിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് കേട്ടോ. അവനൊരു ചെറിയൊരു ഫിഷ് ടാങ്ക് ഉണ്ട് കേട്ടോ. ടാങ്ക് അല്ല, ഒരു വട്ടയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ എവിടെ നിന്നൊക്കെയോ കൂട്ടുകാരന്മാർ മീനൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിലിട്ട് അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരം വെളുക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ പോയിരുന്നില്ലെങ്കിൽ അവന് ഭയങ്കര സങ്കടം കേട്ടോ. അങ്ങനെ അവൻ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അവനുള്ള ദോശയൊക്കെ ചുട്ടങ്ങോട്ട് മേശപ്പുറത്ത് കൊടുന്ന് വെച്ചിട്ടോ. അപ്പോഴും അവൻ കസേരമേലില്ല. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴുണ്ട് മീൻ എങ്ങനെ നോക്കിങ്ങായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. മീനുള്ള തീറ്റ ഇട്ട് അങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ എന്ത് രസം ഉമ്മ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ സോപ്പിട്ട്
കയ്യിലെടുക്കാം കേട്ടോ. അപ്പം ഞാനും അതേപോലെ തന്നെ മീൻ നോക്കി അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഈ കുറച്ച് തുണികൾ മിഷ്യത്തിലിട്ട് കറക്കി അങ്ങോട്ട് സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് തോരയിടാനായിട്ട് പോയിട്ടോ. അതിന് ശേഷം പാർട്ടിക്ക് പോണ്ട ഡ്രസ്സുകളൊക്കെ ഒന്ന് അയൺ ചെയ്ത് സെറ്റാക്കണ്ടേ. അപ്പോൾ വേഗം തന്നെ തുണികളൊക്കെ ഒന്ന് തോരയിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ തുണികളൊക്കെ തോരയിട്ട് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി. അങ്ങനെ നമ്മുടെ ഷർട്ടൊക്കെ അയൺ ചെയ്തു. മോൻ്റെ ഷർട്ടാണ്, ബേഗി ഫാൻറ്റ് കേട്ടോ. അവന് ബേഗി ഫാൻറ്റ് എന്ന് അർത്ഥം ജീവനാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഉപ്പ അയച്ചു കൊടുത്താട്ടോ. ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു കേട്ടോ. ചെറിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വന്നിരുന്നു. അപ്പോൾ അതിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ പാർട്ടിക്ക് പോകുന്ന ഡ്രസ്സ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് സെറ്റാവണം. അങ്ങനെ പാത്തൂസ് സുന്ദരി കുട്ടിയായിട്ട് നിൽപ്പാട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് പെട്ടെന്നൊരു മഴ. പക്ഷെ നല്ല തണുത്ത കാറ്റും ആ മഴയൊക്കെ കണ്ട് ഒരു വൈബ് തന്നെയല്ലേ. അങ്ങനെ കുറച്ച് നേരം മുമ്പായിട്ട് എല്ലാവരും ഇരുന്നു കേട്ടോ. അതിന് ശേഷം കാറ് വന്നു. അപ്പോൾ കാറിൽ കയറി കല്യാണ സ്ഥലത്ത് എത്തിയിട്ടോ. കല്യാണ ഹാളിലെത്തി. അങ്ങനെ പാർട്ടിയിൽ ഫുഡൊക്കെ കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ ബന്ധുക്കാർ. ഇതാണ് ഞങ്ങളുടെ ബന്ധുക്കൾ കേട്ടോ. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു കേട്ടോ. ഇത്ര മാത്രമേ എനിക്ക് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. വെള്ളയപ്പവും അതേപോലെ തന്നെ പൊറോട്ട, നെയ്ച്ചോറ് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കുന്ന കറിയും ഫ്രൈയും ഒക്കെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഫോട്ടോസും കാര്യങ്ങളും കുറച്ച് അങ്ങനെ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.